ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു വാഹനം നമ്മൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് വളരെ ചെറിയ റോഡിൽ നമുക്ക് വാഹനം തിരിച്ചെടുക്കേണ്ട സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് ഒരു റോഡിൽ വണ്ടി തിരിക്കാനായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉള്ള ഇടയിലിട്ട് വാഹനം തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും. വാഹനം ഓടിക്കുന്ന ഏതൊരാളും ഇത് പഠിച്ചിരിക്കണം. എളുപ്പത്തിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ പ്രയോജനം ചെയ്താൽ നിങ്ങൾ വാഹനം ഓടിക്കുന്നവർക്കും പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു റോഡിൽ വണ്ടി തിരിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ വാഹനം പഠിക്കുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ വാഹനം ഓടിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഡ്രൈവിങ്ങിൽ നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനായിട്ട് ഒരുപാട് രീതികളുണ്ട്. നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കാം, വാഹനത്തിൻ്റെ മുൻവശം കയറ്റി തിരിക്കാം. എന്നാൽ നമ്മുടെ വണ്ടി ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു റോഡിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസിൽ വരുമ്പോൾ നിങ്ങൾ വണ്ടി തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു വാഹനം തിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസിലേക്ക് പരമാവധി ചേർക്കാനായിട്ട് ശ്രമിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എതിരെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വാഹനങ്ങൾ വരാം. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഒരു വളവിലോ അതുപോലെ തിരക്കുള്ള ഏരിയയിലോ വാഹനം കൊണ്ടുപോയി തിരിക്കരുത്. നിങ്ങൾ തിരിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ചെറിയ റോഡുകളിൽ വണ്ടി തിരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് സാധാരണ തിരക്കില്ലാത്ത റോഡുകളിലായിരിക്കും, വില്ലേജ് റോഡുകളിലായിരിക്കും. അപ്പോൾ അത് വളവിലൊന്നും കൊണ്ടുപോയി തിരിക്കാതെ അത്യാവശ്യം റോഡ് നിരപ്പായിട്ടുള്ള പ്രതലമാണോ എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ പരമാവധി നിങ്ങൾ ചേർത്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കിവിടെ ഇത്തരത്തിലുള്ള റോഡിൽ എന്തായാലും U-ടേൺ എടുത്ത് വണ്ടി തിരിച്ച് കിട്ടത്തില്ല. അപ്പം നമുക്ക് വാഹനം തിരിക്കുന്ന സമയത്ത് 2-3 സ്റ്റെപ്പായിട്ട് മാത്രമേ ഒരു വണ്ടി തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക. അതായത് വണ്ടി ലെഫ്റ്റ് സൈഡ് കൊണ്ട് നമ്മൾ പരമാവധി ചേർത്തിട്ട് നിർത്തുന്നു, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നിങ്ങൾ വലത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് വണ്ടി തിരിക്കാനായിട്ട് പോകുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മുടെ വാഹനം ഇതുണ്ടോ റോഡിൻ്റെ റൈറ്റ് സൈഡ് ഏരിയയിലേക്ക് പരമാവധി എത്തിക്കുക. ഇതുണ്ടോ റോഡിൻ്റെ റൈറ്റ് സൈഡ് ഏരിയയിലേക്ക് പരമാവധി എത്തിക്കുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയറിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വലത് സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് തിരിച്ചേക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇടത് സൈഡിലേക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത് സൈഡിലേക്ക് നമുക്ക് തിരിഞ്ഞു കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു. നമ്മുടെ വണ്ടിയുടെ ബാക്കിന് ഇടത് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇടത് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വാഹനം ഇതുകൊണ്ട് റോഡിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. കണ്ടോ, അപ്പം നമ്മുടെ വാഹനം വണ്ടിയുടെ ബാക്ക് ഇടത് സൈഡിലേക്ക് വന്നു. നമ്മുടെ വാഹനം ഏകദേശം ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ക്രോസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും വലത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കുക. ഒടിച്ചു കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. പതുക്കെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വണ്ടി ഇങ്ങനെ തിരിഞ്ഞു കിട്ടും. തിരിഞ്ഞു കിട്ടിയാൽ ഉടൻ തന്നെ ബ്രേക്കിലേക്ക് കാല് വെച്ചുകൊണ്ട് വണ്ടിയുടെ വേഗത സ്ലോ ചെയ്യുക. അതായത് ഹാഫ് ക്ലച്ച് ഒന്ന് താങ്ങിയിട്ട് ബ്രേക്കിലേക്ക് കാല് വെച്ച് വണ്ടിയുടെ വേഗത സ്ലോ ചെയ്തുകൊണ്ട്
സ്റ്റിയറിങ്ങിനെ നമ്മൾ നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇടുങ്ങിയ ഒരു ചെറിയ സ്പേസിലിട്ട് നിങ്ങൾക്ക് വണ്ടി തിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു വാഹനം തിരിക്കുന്ന സമയത്ത് ഇതിപ്പം 3 point turn എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ തിരിച്ചെടുത്ത ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്നാൽ ഈ ഒരു മെത്തേഡ് മാത്രമല്ല നമ്മൾ വണ്ടി തിരിച്ചെടുക്കാനായിട്ട് പഠിക്കേണ്ടത്. നമുക്ക് ഒരു സ്ഥലവും ഒരു സ്പേസും കിട്ടാത്ത വരുന്ന ഏരിയകളിൽ മാത്രമേ നമ്മൾ ഒരു റോഡിൽ 3 point turn എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും വാഹനം വരുന്ന റോഡാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്പേസും ഇല്ലാതെ നമുക്ക് ഒരു വില്ലേജ് റോഡിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ 3 point turn എടുക്കുക. ഇനി നമുക്ക് സ്പേസ് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വാഹനം തിരിക്കേണ്ടത്, അതിനുള്ള എളുപ്പവഴി നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് വാഹനം ഇവിടെ ഇട്ട് തിരിക്കണം. ഇവിടെ ഇട്ട് എനിക്ക് വാഹനം തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു റോഡ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാഹനം ഇവിടെ തിരിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഈ റോഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് വാഹനം തിരിച്ചെടുത്ത് ഇപ്പം നമ്മൾ തിരിഞ്ഞു വന്ന ഈ ഒരു റോഡിലേക്ക്, അതായത് നേരെ പുറകിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് എന്നാൽ വണ്ടിയുടെ ഫ്രണ്ട് ഈ റോഡിലേക്ക് കയറ്റിയിട്ട് വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ തിരിച്ചെടുത്ത് പോയാൽ പോരെ, അതായത് ഫ്രണ്ട് ഇങ്ങോട്ട് കയറ്റിയിട്ട് വണ്ടിയുടെ ബാക്ക് ഇറക്കി തിരിച്ചാൽ പോരെ എന്നുള്ള ഒരു മെത്തേഡ് പല ആൾക്കാരും ചിന്തിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ വണ്ടി തിരിക്കരുത്. അങ്ങനെ തിരിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറയാം. നമ്മൾ വാഹനം മുന്നോട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് ഇറക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമുക്ക് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ബാക്ക് ഇറങ്ങി വരുന്ന സമയത്ത്. അപ്പോൾ അതിന് നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് തിരിഞ്ഞിറങ്ങുന്ന റോഡ് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വണ്ടി തിരിക്കുക. അതിന് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതുണ്ട്, ഇതുപോലെ തന്നെ നമ്മൾ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡെന്ന് പറയുന്നത് ഇത് വണ്ടിയുടെ ബാക്ക് കയറേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് കയറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ മുന്നിലേക്ക് നമ്മുടെ വാഹനം ഇതുപോലെ ഇത്രത്തോളം നമ്മൾ വരുന്നു. ഇത്രത്തോളം വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ എൻഡ് ഭാഗം, അതായത് ഈ ഏരിയ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഇങ്ങേയറ്റത്ത് കാണാവുന്ന പരുവത്തിന് നിങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തുക. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് വണ്ടിയുടെ ബാക്ക് ഒരു സൈഡിലും മുട്ടാതെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടത് സൈഡിലേക്കാണ് തിരിഞ്ഞു കയറേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇടത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുത്തതിന് ശേഷം ഹാഫ് ക്ലച്ച് പോയിന്റ് വരിക. എന്നിട്ട് നമുക്ക് വണ്ടി ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാൻ റൈറ്റ് സൈഡിൽ മിറർ നോക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ നമ്മൾ കൊടുത്തോണ്ട് നമ്മുടെ വാഹനം ഇതുണ്ട് മെല്ലെ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇതുണ്ടോ ഈ റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ മുൻവശം ഇങ്ങനെ ഇതുകൊണ്ട് വലത് സൈഡിലേക്ക് ഇങ്ങോട്ട് മാറി വരികയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടിയുടെ ബാക്ക് അങ്ങോട്ട് കയറുന്നു, വണ്ടിയുടെ മുൻവശം ഇങ്ങോട്ട് വന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുണ്ട് ഈ ഒരു ചെറിയ സ്പേസിലേക്ക് നമ്മുടെ വാഹനം ഇങ്ങനെ കയറും. ഇങ്ങനെ കയറി നമ്മൾ തിരിച്ചാലുള്ള ഒരു ഗുണം എന്താണ്, ഇവിടുന്ന് വരുന്ന വാഹനത്തെ നമുക്ക് കാണാം, ഈ ഏരിയയിൽ നിന്ന് വരുന്ന വാഹനത്തെയും കാണാം. എന്നിട്ട് നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മുടെ വാഹനം ഇതുകൊണ്ടോ ഇവിടെ വലത് സൈഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇത് വലത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.